എല്ലാവർക്കും നമസ്കാരം. നാളെ ഇടവം 1 മുതൽ ഗജകേസരി യോഗം ആരംഭിക്കുന്ന ആ 7 നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്കറിയാം, കേസരി യോഗം ഒരു ജാതകൻ്റെ ജനനസമയത്ത് ആ ഒരു ഗ്രഹനില മുൻനിർത്തിയാണ് നമ്മൾ പരിശോധിക്കാറുള്ളതെങ്കിൽ പോലും ഇപ്പോഴത്തെ, അതായത് ഈ ഇടവമാസത്തെ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ഇതിൽ പറയാൻ പോകുന്ന 7 നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും കേസരി യോഗത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനുള്ള നിരവധി അവസരങ്ങൾ നാളെ ഇടവം 1-ാം തീയതി മുതൽ ഇവർക്ക് വന്നു ചേർന്നിരിക്കും. എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ ഈ പറഞ്ഞ കേസരി യോഗം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാലയളവിൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ യാതൊരു സംശയവും വേണ്ട, ഈ പൊന്നിൻ കുടത്തിന് പൊട്ട് എന്നെല്ലാം നമ്മൾ പറയുന്നത് പോലെ ഇരട്ടി മധുരമായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരുന്നത്. ഇത് പറയാൻ കാരണം, ഈ കേസരി യോഗത്തെക്കുറിച്ച് ജ്യോതിഷശാസ്ത്രം ഒറ്റ വാക്കിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ചന്ദ്രകേന്ദ്ര ബൃഹസ്പതി എന്നതാണ് കേസരി യോഗത്തിൻ്റെ ആ ഒരു പ്രഥമ ലക്ഷണം. ഈ പറഞ്ഞത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, ചന്ദ്രൻ്റെ കേന്ദ്രഭാവങ്ങളിൽ 4, 7, 10 ഇതിൽ വ്യാഴം നിന്നാൽ കേസരി യോഗം ആ ജാതകന് സംഭവിച്ചിരിക്കും. എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 4-ലോ 7-ലോ അല്ലെങ്കിൽ 10-ലോ വ്യാഴം നിൽക്കണം, അത്രയേ ഉള്ളൂ. അതിനൊരു പക്ഷേ ഇങ്ങനെ കൃത്യമായി വന്നില്ല എന്നിരിക്കട്ടെ, ആ സമയം മൗഢ്യമില്ലാത്ത ബുധനും ഒപ്പം വ്യാഴവും ശുക്രനും ചന്ദ്രനെ ദൃഷ്ടി ചെയ്താലും ഈ പറഞ്ഞ ഗജകേസരി യോഗം ആ ജാതകന് വന്ന് ഭവിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ജാതകത്തിൽ കേസരി യോഗം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ഇതിൽ പറയാൻ പോകുന്ന ഈ 7 നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഇടവമാസം കേസരി യോഗം ഉറപ്പായിട്ടും നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിരിക്കും. ഈ പറഞ്ഞതിന് യാതൊരുവിധ തർക്കവുമില്ല. നിങ്ങളുടെ ജാതകം ഈ സമയം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ഗജകേസരി യോഗം നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ഒന്ന് ഇപ്രകാരം അങ്ങോട്ട് ചെയ്താൽ മതി. ഇതിനുവേണ്ടി നിങ്ങളുടെ ജാതകം നിവർത്തി വെച്ച്, അതായത് നേരെ നമ്മൾ പുസ്തകം നിവർത്തുന്ന പോലെ ആ ജാതകം നിവർത്തി വെച്ച് അതിലെ ഗ്രഹനില ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഒരു പേജ് നിവർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് പേജിൽ ഗ്രഹനിലയും റൈറ്റ് സൈഡിലെ പേജിൽ അതിൻ്റെ നവാംശകവും കാണാൻ സാധിക്കും. അവിടെ ആദ്യത്തെ പേജിലെ ഗ്രഹനില നോക്കുമ്പോൾ അതിൽ ചന്ദ്രനെ ച എന്ന അക്ഷരം കൊണ്ടും ഗുരുവിനെ ഗു എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്രഹനിലയിൽ അടയാളപ്പെടുത്താറുള്ളത്. അപ്പോൾ ഈ ച എന്ന അക്ഷരം എഴുതിയിരിക്കുന്ന ആ കോളത്തിൽ അതിൻ്റെ 4-മത്തെയോ 7-മത്തെയോ 10-മത്തെയോ കോളത്തിൽ ഗു എന്ന അക്ഷരം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കേസരി യോഗം ഉണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ 7-മത്തെ രാശിയിൽ തന്നെ വ്യാഴം വന്നാൽ പൂർണ്ണ ബലമുള്ള കേസരി യോഗമായിരിക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇപ്രകാരം നോക്കുമ്പോൾ കേസരി യോഗം നിങ്ങൾക്ക് തെളിഞ്ഞാൽ നിങ്ങൾ പണക്കാരും നേതൃത്വ പാഠവും തെളിയിക്കുന്നവരുമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുമാത്രവുമല്ല, നമ്മളോട് ആദ്യം പറഞ്ഞതുപോലെ ജാതകവശാൽ കേസരി യോഗം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ പണ്ഡിതന്മാരും ദീർഘായുസുള്ളവരുമായിരിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. മാത്രവുമല്ല, ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരു കുടുംബത്തിൽ ഏറ്റവും ഇളയവനായിട്ട് ജനിച്ചാൽ പോലും കാരണവരുടെ സ്ഥാനവും അംഗീകാരവും ഈ പറഞ്ഞ വ്യക്തിക്ക് ലഭിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പറയാൻ പോകുന്ന ഈ 7 നക്ഷത്രക്കാർക്ക് നാളെ ഇടവ രവി സംക്രമം മുതൽ, അതായത് ഇടവം, മിഥുനം, കർക്കിടകം ഈ 3 മാസത്തിനുള്ളിൽ പലവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരും. ഈ പറഞ്ഞതിന് യാതൊരു സംശയവുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഇതിലുള്ളവർക്ക് ഒന്ന് വേണമെങ്കിൽ ഇത് എഴുതി വെച്ച് നോക്കാവുന്നതുമാണ്. ഇനി നമുക്ക് ഈ പറഞ്ഞ വിധമുള്ള ഗജകേസരി യോഗം അനുഭവത്തിൽ വരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന ആ 7 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇതിൽ 1-മതായി കിട്ടിയിരിക്കുന്നത് മകീരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാരാണ്. നിങ്ങൾക്ക് ഈ 3 നക്ഷത്രക്കാർക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് പലവിധ സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ സ്വദേശത്താണെങ്കിലും ശരി വിദേശത്താണെങ്കിലും ശരി ഇത് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഇതിൽ ഈ വിദേശയാത്രയ്ക്ക് ഇപ്പോൾ ഓൾറെഡി ഒരുങ്ങി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കേവലം 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം അടിമുടി മാറുന്നതായിരിക്കും. പറയാൻ കാരണം, നിങ്ങളുടെ ജനനസമയത്ത് ഈ കേസരി യോഗം വേണ്ട വിധത്തിൽ ലഭിക്കാത്ത ആളുകൾ ഇതിൽ തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. അങ്ങനെയുള്ളവർക്കൊരു സുവർണകാലമാണ് ഇനി നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ പോകുന്നത്. വാസ്തവം പറഞ്ഞാൽ നിങ്ങൾ ഈ 3 നക്ഷത്രക്കാരും ഏറിയ പങ്കും ഗജകേസരി യോഗത്തിൽ തന്നെയാണ്
ജനിക്കുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തേജോയുക്തനായും ധനധാന്യങ്ങൾ ഉള്ളവനായും അതുപോലെ തന്നെ ധാരണാശക്തി ഉള്ളവരായിട്ടും തീരുന്നതായിരിക്കും. ഈ പറഞ്ഞത് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ അക്കമിട്ട് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സത്യമാണ്. അതായത് 1000 ആനകളെ ഒരൊറ്റ സിംഹം എങ്ങനെയാണ് നേരിടുന്നത്, അതുപോലെ 1000 ശത്രുക്കളെ ഒറ്റയ്ക്ക് നേരിട്ട് വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നതാണ് ഈ ഗജകേസരി യോഗത്തിൻ്റെ ഫലങ്ങൾ ആയിട്ട് ജ്യോതിഷശാസ്ത്രം പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ ഒരു ഉപമയായിട്ടാണ് ഞാനിതിവിടെ പറഞ്ഞതെങ്കിൽ പോലും ഈ അനുഭവം നോക്കുമ്പോൾ ഇത് വാസ്തവമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ഈ 3 നക്ഷത്രക്കാരുടെ കാര്യത്തിൽ ഇത് അച്ചിട്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിൽ ഈ നാളെ ഇടവം 1-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നും ആഡംബര വസ്തുക്കളോ പണമോ നിങ്ങളെ തേടി വന്നിരിക്കും. ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെയുള്ള ഒരു സാഹചര്യവും ഞാൻ എൻ്റെ കൺമുൻപിൽ കാണുന്നില്ലല്ലോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, അങ്ങനെ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ വളരെ പൊടുന്നനെ ഉരുത്തിരിഞ്ഞു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും വിവരങ്ങളാണ് ആദ്യത്തെ 3 നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത 3 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ രാശിപ്പലകയിൽ തെളിഞ്ഞിരിക്കുന്നത് ചതയം, ചോതി, തിരുവാതിര നക്ഷത്രക്കാരാണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 2 വർഷമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല കഷ്ടപ്പാടും ദുരിതങ്ങൾക്കുമെല്ലാം ഈ ഇടവരവി സംക്രമത്തോടു കൂടി നിങ്ങൾക്ക് ഒരു തീരുമാനമായി കിട്ടും. പ്രത്യേകിച്ചും ഇതിൽ ദീർഘനാളായിട്ട് ഗൃഹനിർമ്മാണം പാതി വഴിയിൽ പണമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടോ പാതി വഴിയിൽ നിർത്തിയിരിക്കുന്നവർക്ക് വീണ്ടും അത് പുനരാരംഭിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ദീർഘനാളായി ജോലിക്ക് പോകാൻ കഴിയാതെ രോഗശയ്യയിൽ കിടക്കുന്നവർ, ഇവർക്കെല്ലാം ആശ്വാസകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഈ ഗജകേസരി യോഗം മുഖേന നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, വളരെ നാളുകളായിട്ട് നിങ്ങൾ മനസ്സിൽ കരുതിയ വസ്തുവകകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ എന്നിവ സ്വന്തമാക്കാനും ഈ ഗജകേസരി യോഗ കാലയളവിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ പലകുറി വിവാഹാലോചനകൾ വന്നിട്ടും തൻ്റേതല്ലാത്ത കാരണത്താൽ അത് മുടങ്ങി നിൽക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളെല്ലാം മാറി നിങ്ങൾ മനസ്സിൽ എന്താണോ വിചാരിച്ചത്, ഏത് രൂപമുള്ള ആ ഒരു ആലോചനയാണോ നിങ്ങൾ വിചാരിച്ചത്, അതിനേക്കാൾ ഒരു പടി കൂടി മെച്ചപ്പെട്ട വിവാഹ ബന്ധങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കും. മാത്രവുമല്ല, അതിനെ തുടർന്ന് നല്ലൊരു കുടുംബജീവിതം നയിക്കാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. മാത്രവുമല്ല, ഈ പറഞ്ഞ ഗജകേസരി യോഗം ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് വന്ന് കിട്ടിയാൽ പോലും അതിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ അനുഭവിക്കാമെന്നും അതിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് എങ്ങനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നും ഏറ്റവും അവസാനം ഉറപ്പായിട്ടും പറയാം. ഇപ്പോൾ നമ്മളിവിടെ ഈ ഗജകേസരി യോഗം അനുഭവിക്കാൻ യോഗ്യതയുള്ള 6 നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായി വരുന്ന 7ാമത്തെ ആ നക്ഷത്രം അത് രേവതി നക്ഷത്രമാണ്. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഗജകേസരി യോഗത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരുന്നത്. കാരണം ഇതിൽ ഈ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നൃത്തം, സംഗീതം, അതുപോലെ തന്നെ കലാകായിക രംഗങ്ങളിലൊക്കെ ഓൾറെഡി തിളങ്ങി നിൽക്കുന്നവർ, അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ ഓൾറെഡി പ്രവേശിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെ വലിയ ഒരു നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പറയാൻ കാരണം, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും വളരെ വലിയ സഹായ ഹസ്തങ്ങൾ നിങ്ങളെ തേടി വരും. പ്രത്യേകിച്ചും ഇതിൽ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സമൂഹത്തിലെ ഉന്നത വ്യക്തികളിൽ നിന്നും സമ്മാനങ്ങളും മറ്റ് പാരിതോഷികങ്ങളും ഉറപ്പായിട്ടും ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ യുവാക്കളെയും യുവതികളെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില നാഴികക്കല്ലുകളായി മാറുകയും ചെയ്യുന്നതായിരിക്കും. വാസ്തവം പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ആ ഒരു വസന്തകാലം എന്താണെന്ന്, അല്ലെങ്കിൽ ആ ഒരു മുഹൂർത്തം നിങ്ങൾ ഇനി മുതലാണ് അനുഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഈ വരുന്ന കർക്കിടക മാസത്തിന് മുൻപ്, അതായത് മിഥുനമാസം മുതൽ ഒന്നിലധികം ദൂരയാത്രകൾ അല്ലെങ്കിൽ അന്യസംസ്ഥാന യാത്രകൾ നടത്തേണ്ട അവസരവും നിങ്ങൾക്ക് സംജാതമാകുന്നതായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അതിനോടൊപ്പം സന്തോഷവും സമൃദ്ധിയും അനുഭവിക്കാവുന്ന ആ ഒരു സുദീർഘമായിട്ടുള്ള ആ ഒരു സുവർണ കാലഘട്ടമാണ് ഇനി നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇനി ഈ ഗജകേസരി യോഗത്തിൻ്റെ ഫലം അത് പരിപൂർണതയിൽ എത്തിക്കാൻ ഈ പറഞ്ഞ 7 നക്ഷത്രക്കാരും എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി ഒന്ന് പറയാം. നമുക്കറിയാം, മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. അതുപോലെ തന്നെ വിശേഷ ബുദ്ധിയുടെ കാരകൻ വ്യാഴവുമാണ്. വ്യാഴത്തിന് ദൈവാധീനം എന്നുകൂടി നമ്മൾ പൊതുവായി പറഞ്ഞു പോരാറുമുണ്ട്.
മാത്രവുമല്ല, ഈ ജ്യോതിഷത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിഷ്ണു ഭഗവാനാണ് വ്യാഴം. നമ്മുടെ ശരീരത്തിലെ ഒരുവിധ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് വ്യാഴമാണ് എന്ന് പറയുന്നതിലും യാതൊരു തെറ്റുമില്ല. കാരണം ഒരാളുടെ ജാതകത്തിൽ വ്യാഴം ബലവാനാണെങ്കിൽ ശാരീരിക മാനസിക ആരോഗ്യങ്ങളിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് യാതൊരു കുഴപ്പവും ആ സമയങ്ങളിൽ ഉണ്ടാകില്ല. അങ്ങനെ ആയതിനാൽ കേസരി യോഗമുള്ള ഈ പറഞ്ഞ 7 നക്ഷത്രക്കാർ വഴിപാടായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിൽ സഹസ്രനാമാർച്ചന ചെയ്യിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള മഹാക്ഷേത്രങ്ങളിൽ ക്ഷേത്രോത്സവത്തിന് കൊടി കയറുന്നതിന് മുൻപ് 1000 കലശവും അതുപോലെ തന്നെ അതിവിശേഷ ബ്രഹ്മകലശവും ഈ സമയങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും. മാത്രവുമല്ല, ഈ കേസരി യോഗം അതിൻ്റെ അത്യുന്നതങ്ങളിൽ എത്താനും ഈ പറഞ്ഞ വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും നിങ്ങൾ ഉറപ്പായിട്ടും സഹായിക്കും. അതിനോടൊപ്പം മഹാനരസിംഹ മന്ത്രം ജപിക്കുന്നതും ഉത്തമമായിരിക്കും. ഓം ഉഗ്രം വീരമഹാവിഷ്ണു ജ്വലന്തം വിശ്വതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമിഹം. ഇതാണ് ആ മന്ത്രം. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ ഈ ഗജകേസരി യോഗം ജാതകത്തിൽ അല്പം കുറവാണെങ്കിൽ പോലും അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് കൂടി പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.